ആരോഗ്യ സംരക്ഷണം എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് കോർപ്പറേഷൻ കൊണ്ടുവന്ന സൈക്കിൾ പദ്ധതി പരാജയം. കുടുംബശ്രീ സംരംഭം എന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് 5 വാർഡുകളിൽ കോർപ്പറേഷൻ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ സൈക്കിൾ ആരും ഉപയോഗിക്കാതെ പൊടിപിടിച്ച് തുരുമ്പെടുത്ത് കിടക്കുകയാണ്. പലയിടങ്ങളിലും സൈക്കിൾ സൂക്ഷിക്കാൻ ഷെഡുകളുമില്ല. ആദ്യഘട്ടത്തിൽ 10 വാർഡുകളിൽ നടപ്പാക്കേണ്ട പദ്ധതി ഇതുവരെ 5 വാർഡുകളിൽ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ. ഒരു വാർഡിൽ 20 സൈക്കിളുകളാണ് നൽകിയത്. 10 വയസ്സു മുതലുള്ള എല്ലാവർക്കും സൈക്കിൾ ഉപയോഗിക്കാം. 1 മണിക്കൂറിന് 20 രൂപ. സമയം കൂടുമ്പോൾ ചാർജും വർദ്ധിക്കും. എന്നാൽ നല്ല രീതിയിൽ നോക്കി നടത്താൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ പദ്ധതി പരാജയമായിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പദ്ധതി ആളുകളിലേക്ക് വേണ്ട വിധം എത്തിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. പലയിടങ്ങളിലും ഷെഡ് പോലും നിർമ്മിക്കാതെയാണ് സൈക്കിൾ കൊണ്ടുവന്നിറക്കിയത്. ആഴ്ചവട്ടത്ത് കാളൂർ റോഡിൽ ഒരു വീടിന്റെ ഷെഡിലാണ് സൈക്കിൾ പൊടിപിടിച്ച് കിടക്കുന്നത്. ആരും ഇതുവരെ അന്വേഷിച്ചു വന്നില്ല എന്ന് വീട്ടുടമസ്ഥൻ പറയുന്നു. ആരന്വേഷിച്ചു വന്നില്ല, ഒറ്റ കുട്ടികളൊന്നുമില്ല. പിന്നെ കൊടുക്കാനും പറ്റൂലല്ലോ, ഒരു സമ്മതമില്ലാതെ. എന്നാലും ഞാൻ പറയാം, കൗൺസിലർ പറയാം, അല്ലെങ്കിൽ കൗൺസിലർ വിളിച്ച് വിവരം പറയാം. നടക്കാവിലെ ഷെഡിലും സൈക്കിൾ അന്വേഷിച്ച് ആരും എത്തുന്നില്ല. സർക്കാരിന്റെ ഒരു സംരംഭം നല്ല രീതിയിലായിരുന്നു, പക്ഷെ അത് തുടങ്ങിയ സ്ഥലം ശരിയായില്ല എന്നുള്ളതാണ് അഭിപ്രായം. സൈക്കിൾ പദ്ധതി കോർപ്പറേഷന്റെ അഴിമതിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പലതും തുരുമ്പെടുത്ത് കാറ്റുപോയ അവസ്ഥ. ഈ പദ്ധതിയുടെ ശരിക്കും നമുക്ക് പറയാം കാറ്റുപോയ സൈക്കിൾ പദ്ധതി എന്ന് ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം. 7000 രൂപയ്ക്ക് മുകളിലാണ് സൈക്കിളിന്റെ വില. വലിയ തുക ചെലവഴിച്ചുകൊണ്ട് നടപ്പാക്കിയ പദ്ധതി ആർക്കും ഉപയോഗമില്ലാതെ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമായി മാറുകയാണ് സൈക്കിൾ പദ്ധതി. അമൃത ന്യൂസ്, കോഴിക്കോട്.